വയനാട് തിരുനെല്ലിയിൽ യുവതി വെട്ടേറ്റു മരിച്ച സംഭവത്തിൽ പ്രതിയെയും കാണാതായ കുട്ടിയെയും കണ്ടെത്തി. പ്രവീണെ വെട്ടിക്കൊലപ്പെടുത്തിയ പ്രതി ദിലീഷാണ് പിടിയിലായത്. ദിലീഷിനൊപ്പമായിരുന്നു കുട്ടി ഉണ്ടായിരുന്നു. വിവരങ്ങളുമായി ജോഷില ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. ജോഷില, നിലവിൽ ഇന്നലെയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. ഇവരെ പിടികൂടിയത് വീടിന് സമീപത്തുള്ള വനമേഖലയിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇപ്പോഴെന്താണ് ഈ കുട്ടിയുടെ, അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം മറ്റൊരു കുട്ടിയെ വെട്ടു ഏറ്റിരുന്നല്ലോ, ആ കുട്ടിയുടെ ഒരു ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? ഈ കുട്ടി ഇയാളുടെ കൂടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നതാണോ? സിജു, ഇന്നലെ 7:30 വയനാട് തിരുനെല്ലി ചേകാടി വാഗേരിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന എടിയൂർക്കുന്ന് സ്വദേശി പ്രവീണ വെട്ടേറ്റ് മരിച്ചത്. ഇവരുടെ ജീവിത പങ്കാളി ദിലീഷാണ് നിഗമനം. ഏകദേശം ദിലീഷ് അത് സമ്മതിച്ചിട്ടുമുണ്ട്. എന്നാൽ ഈ കൃത്യനിർവഹണത്തിന് ശേഷം ദിലീഷിനെയും ഇളയ മകളെയും കാണാനില്ലായിരുന്നു. ഇന്നലെ രാത്രി മുഴുവൻ പോലീസ് തിരച്ചിൽ നടത്തി. എന്നാൽ കനത്ത മഴ കാരണം തിരച്ചിൽ കൂടുതലായി നടത്താൻ സാധിച്ചിരുന്നില്ല. ഇന്ന് രാവിലെയാണ് പോലീസ് ഇവരെ അടുത്തുള്ള ആളൊഴിഞ്ഞ വീട്ടിലെ മുകൾ തട്ടിൽ നിന്നും കണ്ടെത്തിയത്. മകൾ മറ്റുള്ള മാധ്യമപ്രവർത്തകരോട് പോലീസ് പിടിച്ചുകൊണ്ടുവരുന്ന സമയത്ത് മകൾ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് അപ്പം വീടിനുള്ളിലേക്ക് കടക്കാൻ പറഞ്ഞു എന്നാണ്. അപ്പം പിടിച്ചുകൊണ്ടുവന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. മൂത്ത മകളെ ദിലീഷ് വെട്ടിയിരുന്നു. ആ സമയത്ത്, ഈ കൊലപാതക സമയത്ത് തന്നെ മൂത്ത മകൾക്ക് വെട്ടേറ്റിരുന്നു. മൂത്ത മകൾ ഇപ്പോൾ വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഗുരുതരമല്ല പരിക്ക് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും അല്പസമയത്തിനകം ജില്ലാ പോലീസ് മേധാവി ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം നടത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. കുടുംബ വഴക്കാണ് ഇതിലേക്ക് നയിച്ചത്. ഈ ദിലീഷ് പ്രവീണയ്ക്കും കുട്ടികൾക്കും എത്ര നാളായി ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നുണ്ടായിരുന്നു? ഈ അടുത്ത കാലത്താണ് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഭർത്താവ് സുധീഷുമായി പ്രവീണ അകന്നു കഴിയുകയായിരുന്നു. 2 കുട്ടികൾക്കൊപ്പം വാഗേരിയിൽ താമസിച്ചു വരുന്ന സമയത്താണ് ദിലീഷ് ഇവരുടെ കൂടെ കൂടിയത് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും കുടുംബ വഴക്കിനെ തുടർന്നാണ്, താൻ ബോധപൂർവം ചെയ്തതല്ല, കുടുംബ വഴക്കിനെ തുടർന്ന് വഴക്കിനിടയിൽ കുട്ടിയെയും കൂട്ടി പോകാൻ ഒരുങ്ങിയപ്പോഴാണ്, താൻ കുടുംബമെല്ലാം വിട്ടു വന്നവനാണ്, കുട്ടിയെയും കൂട്ടി പോകാൻ ചെയ്തു പോയതാണ് എന്നാണ് പോലീസ് പിടിച്ചു കൊണ്ടുപോകുന്നതിനിടയിൽ ദിലീഷ് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും അസ്വാരസ്യങ്ങൾ കുടുംബ വഴക്കിനിടയിൽ അല്ലെങ്കിൽ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്നുള്ളതൊക്കെ തന്നെ പോലീസ് വിശദമായി അന്വേഷിക്കും എന്നാണ് അറിയാൻ സാധിച്ചുള്ളത്. ദിലീഷ് മൂത്ത മകളെ ഉപദ്രവിച്ചിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പോലീസ് നടത്തുക സാധിച്ചിട്ടുള്ളത്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തും. 2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വിവരം ലഭ്യമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കുടുംബ വഴക്കാണ് അടിസ്ഥാനപരമായി ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് ദിലീഷ് തന്നെ സമ്മതിക്കുന്ന കാര്യമാണ്. ദിലീഷ് വിവാഹിതനായിരുന്നോ? ദിലീഷിനെ സംബന്ധിച്ചിടത്തോളമുള്ള മറ്റ് വ്യക്തിപരമായ കാര്യങ്ങൾ ഒന്നും തന്നെ അറിയാൻ സാധിച്ചിട്ടില്ല. എന്തായാലും ദിലീഷ് പറഞ്ഞിരിക്കുന്നത്, മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്, താൻ എല്ലാം വിട്ട് എല്ലാം ഉപേക്ഷിച്ചാണ്, തന്റെ കുടുംബമൊന്നും ഇപ്പോൾ കൂടെയില്ല, എല്ലാം ഉപേക്ഷിച്ചാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. എല്ലാം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഇവൾ കുട്ടികളുമായി പോകാൻ നോക്കുമ്പോഴാണ് ഇത്തരം ഒരു പ്രകോപനമുണ്ടായി താൻ ഇത് ചെയ്തതെന്നാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. ജോഷ്ല, അത് മനസ്സിലാക്കാൻ കഴിയുന്നത്, അതായത് ഈ പ്രവീണ 2 കുട്ടികളെയും കൊണ്ട് ഈ വാടക വീട്ടിൽ നിന്ന് മാറാൻ ശ്രമിച്ചു. ഇപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടായിരിക്കണം ഇപ്പോൾ ഈ ദിലീഷിന്റെ വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതിനെ തുടർന്നുണ്ടായ തർക്കം. അതോടൊപ്പം തന്നെ ദിലീഷ് ഈ കുട്ടിയെ, മൂത്ത കുട്ടിയെ ഉപദ്രവിച്ചിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ജോഷ്ല പറഞ്ഞിട്ടുണ്ട്. പോലീസ് അക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ടോ? പോലീസ് അക്കാര്യം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ പ്പെട്ടുള്ള അന്വേഷണത്തിൽ കൂടിയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഇവർക്കിടയിലുള്ള പ്രശ്നം അങ്ങനെയൊരു വിഷയമായിരുന്നോ എന്നുള്ള കാര്യം പോലീസിന് സംശയമുണ്ട്. എന്തായാലും അത് ശാസ്ത്രീയമായ അടക്കം സ്ഥിരീകരിക്കപ്പെടേണ്ടതുണ്ട്. പോലീസ് അത്തരത്തിലുള്ള അന്വേഷണത്തിലാണ്. മാത്രമല്ല, മൂത്ത കുട്ടി ഇപ്പോൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കുട്ടി വിശദീകരിക്കും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പോലീസ് അത്തരത്തിൽ കൂടി അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇവർക്കിടയിലുള്ള പ്രശ്നം എന്തായിരുന്നു എന്നുള്ള കാര്യത്തിൽ കൂടി ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അതേസമയം തന്നെ ദിലീഷ് പോലീസ് കസ്റ്റഡിയിലാണ്. ഈ കുട്ടിയും പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയാണോ ഉള്ളത്? ാണുള്ളത്. ഏകദേശം 9-10 വയസ്സിനടുത്ത് മാത്രമേ കുട്ടിക്ക് പ്രായമുള്ളൂ. കുട്ടി ആകെ ഭയവിഹ്വലയായിരുന്നു. പോലീസ് എടുത്തുകൊണ്ട് വരുമ്പോൾ പോലും തലേ ദിവസം സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയാനും അപ്പൊ തന്നെയും കൂട്ടി അടുത്ത വീട്ടിലേക്ക് കയറാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നുള്ളതടക്കം ആ കുട്ടി വിശദീകരിക്കുന്നുണ്ട്. പോലീസിനോടും നാട്ടുകാരോടും ഒക്കെ തന്നെ വളരെ
ബയോവിഷ്വലിയായി തന്നെയാണ് ആ കുട്ടി വിശദീകരിച്ചിട്ടുള്ളത്. ശരി ജോഷ്ല, മാനന്തവാടിയിൽ നിന്ന് കാണാതായ 9 വയസ്സുകാരിയെ കണ്ടെത്തി. പ്രവീണ എന്ന തിരുനെല്ലി സ്വദേശിയായ യുവതിയെ കൊലപ്പെടുത്തിയ ദിലീഷിനൊപ്പമാണ് കുട്ടിയെ കണ്ടെത്തി. വീടിന് സമീപത്തുള്ള വനമേഖലയിൽ നിന്നാണ് ഈ ഇരുവരെയും കണ്ടെത്തുകയും ചെയ്തത്. വിവരങ്ങളാണ് ജോഷ്ല നൽകിയത്.